നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. നീറ്റ് PG അപേക്ഷ മെയ് 7 വരെ. MD MS PG ഡിപ്ലോമ പ്രവേശനമുള്ള പൊതുപരീക്ഷ. മെഡിക്കൽ സർജിക്കൽ മേഖലകളിലെ ഡോക്ടർമാരായി പ്രൊഫഷണൽ മികവ് നേടാൻ കുറഞ്ഞത് PG ബിരുദം ഡിപ്ലോമ കൂടിയേ തീരൂ. ഇന്ത്യയിലെ ഒട്ടല്ല MD MS PG ഡിപ്ലോമ പ്രോഗ്രാമുകളിലെയും പ്രവേശനമുള്ള പൊതുപരീക്ഷയാണ് നീറ്റ് PG. 2025 ചുമതല നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസിനാണ്. NITboard.edu.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പ്രവേശനം നോക്കാം. ഇനി പറയുന്നതിൽ 2025-26 MD MS PG ഡിപ്ലോമ പ്രോഗ്രാമിലെ പ്രവേശനം നീറ്റ് PG 2025 സ്കോർ മാത്രം ഉപയോഗിച്ചായിരിക്കും. ഒന്നാമത്തെ കാര്യം, എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഓൾ ഇന്ത്യ കോട്ട 50% സീറ്റും സംസ്ഥാന കോട്ട സീറ്റും. രണ്ടാമത്, ഇന്ത്യയിലെ എല്ലാ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, കൽപ്പിത സർവകലാശാലകൾ. 3, ആം ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് സ്ഥാപനങ്ങൾ. 4, പോസ്റ്റ് MBBS DNB കോഴ്സുകൾ. +2 കഴിഞ്ഞ് നേരിട്ട് പ്രവേശനമുള്ള 6 വർഷ ഡോക്ടർ NBB കോഴ്സുകളും പോസ്റ്റ് MBBS NBEMS പ്രോഗ്രാമിംഗ് കോഴ്സുകളും. താഴെ പറയുന്ന സ്ഥാപനങ്ങളിലെ സീറ്റുകൾ മാത്രം നീറ്റ് PGയുടെ പരിധിയിൽ വരുന്നതല്ല. ഒന്നാമത്, ഡൽഹിയിലേതടക്കം എല്ലാ എയിംസും AIMS. 2, PGIM ER ചണ്ഡീഗഡ്. 3, ജിപ്മർ പുതുശ്ശേരി. 4, നിംഹാൻസ് ബാംഗ്ലൂർ. 5, ശ്രീചിത്ര തിരുവനന്തപുരം. INICET എന്നീ എൻട്രൻസ് പരീക്ഷ വഴിയാണ് ഇവയിലെ സെലക്ഷൻ. www.aimsexams.ac. അഖിലേന്ത്യാ കൗൺസിലിംഗ്. 2025-26 വർഷങ്ങളിൽ ഇനി പറയുന്ന സീറ്റുകളിലേക്കുള്ള കൗൺസിലിംഗ് കേന്ദ്ര സർക്കാരിലെ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിൻ്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി നടത്തും. www.mcc.nic.in. ഫോൺ നമ്പർ 0120407350. mccpostgraduate@gmail.com. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഓൾ ഇന്ത്യ കോട്ട 50% സീറ്റ്. കൽപ്പിത കേന്ദ്ര സർവകലാശാലകളിൽ 100% സീറ്റ്. ഓൾ ഇന്ത്യ ഓപ്പൺ DNB 100% സീറ്റ്. മറ്റു വ്യവസ്ഥകൾ നോക്കാം. MBBS കഴിഞ്ഞ് 2025 ജൂലൈ 30 ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കണം. കൗൺസിലിങ്ങിനും പ്രവേശനത്തിനും NMC മെഡിക്കൽ കൗൺസിൽ നൽകിയ രജിസ്ട്രേഷൻ തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടി വരും. വിദേശ MBBSകാർക്ക് FMGE എന്ന പരീക്ഷയിൽ യോഗ്യത നേടിയിരിക്കണം. മെയ് 7 രാത്രി 11:55 വരെ NATboard.edu.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപേക്ഷകർക്ക് ആവശ്യമെങ്കിൽ മെയ് 9 മുതൽ 13 വരെ അപേക്ഷ ഓൺലൈനായി എഡിറ്റ് ചെയ്യാം. ഇതിനു പുറമെ ഫോട്ടോ, കയ്യൊപ്പ്, വിരലടയാളം എന്നിവയിൽ മാത്രം ആദ്യഘട്ടമായി മെയ് 17 മുതൽ 21 വരെയും രണ്ടാം ഘട്ടമായി മെയ് 24 മുതൽ 26 വരെയും മാറ്റം വരുത്താം. ഒരു തവണ മാത്രമേ അപേക്ഷിക്കാവൂ. പരീക്ഷാ ഫീസ് 3500 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർ 2500 രൂപ അടച്ചാൽ മതി. ഇത് ഓൺലൈനായിട്ട് അടയ്ക്കണം. ആം ഫോഴ്സസ് മെഡിക്കൽ സർവീസസിൻ്റെ 10 സ്ഥാപനങ്ങളിൽ പ്രവേശന താല്പര്യമുള്ളവർ അക്കാര്യം അപേക്ഷയിൽ സൂചിപ്പിക്കണം. അവയിലെ പ്രവേശനം സംബന്ധിച്ച് വേറെ വിജ്ഞാപനം വരും. www.afmcdg.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണത് അപേക്ഷിക്കേണ്ടത്. ജൂൺ 11 മുതൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അഡ്മിറ്റ് കാർഡും അംഗീകൃത തിരിച്ചറിയൽ രേഖയും കയ്യിൽ വേണം. ജൂൺ 15 രാവിലെ 9, 12:30 വരെയും ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ 7 വരെയുമായി 2 ഷിഫ്റ്റുകളിലാണ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാഫലം ജൂൺ 15 അടുത്ത് പ്രസിദ്ധപ്പെടുത്തും. ജൂൺ 5 മുതൽ സൈറ്റിലെ ഡെമോ ടെസ്റ്റ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പരീക്ഷാ രീതി പരിശീലിക്കാം. MBBS നിലവാരത്തിൽ 3.5 മണിക്കൂർ നേരത്തെ പരീക്ഷയിൽ തെറ്റുത്തരത്തിന് മാർക്ക് കുറയ്ക്കുന്ന 200 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 2 ഷിഫ്റ്റുകളിലെയും മാർക്കുകൾക്ക് നോർമലൈസ്ഡ് ചെയ്തിട്ട് റാങ്കിങ്ങിന് ഉപയോഗിക്കാവൂ. കൗൺസിലിങ്ങിൽ പങ്കെടുക്കുവാൻ ജനറൽ, സാമ്പത്തിക പിന്നോക്ക വിഭാഗ പരീക്ഷയിൽ 50% വരണം. പട്ടിക പിന്നോക്ക വിഭാഗക്കാർക്ക് 40%, ജനറൽ വിഭാഗത്തിലെ ഭിന്നശേഷി 45%. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്
എന്നിവയടക്കം 179 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. സീറ്റൊഴിവുള്ള കേന്ദ്രങ്ങൾ മാത്രമേ അപേക്ഷിക്കുമ്പോൾ സൈറ്റിൽ കാണുകയുള്ളൂ. അപേക്ഷ കിട്ടുന്ന മുറയ്ക്ക് കേന്ദ്രം അലോട്ട് ചെയ്യും. ദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ, നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ, മെഡിക്കൽ സയൻസസ്, മെഡിക്കൽ എൻക്ലേവ്, അൻസാരി നഗർ, ന്യൂഡൽഹി 110029, ഹെൽപ്പ് ലൈൻ 7996165333. നാഷണൽ ബോർഡുമായി ബന്ധപ്പെടുവാൻ അപേക്ഷൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത ശേഷം കാണുന്ന ഹെൽപ്പ് ഡെസ്ക് ടാബ് ഉപയോഗിക്കാം. അപേക്ഷാ രീതിയടക്കം വിശദ വിവരങ്ങൾ സൈറ്റിലെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിലുണ്ട്. സമയനിയന്ത്രണം: 40 ചോദ്യങ്ങൾ വീതമുള്ള ABCD എന്നീ 5 വിഭാഗങ്ങളായി 200 ചോദ്യങ്ങൾ വിഭജിച്ചിരിക്കും. ഓരോ വിഭാഗത്തിനും ഉത്തരം അടയാളപ്പെടുത്താൻ 42 മിനിറ്റ് കിട്ടും. ഓരോ വിഭാഗത്തിൻ്റെ സമയം തീർന്നാൽ അടുത്തതിലേക്ക് സ്വയം നീങ്ങും. പിന്നിട്ട വിഭാഗത്തിലേക്ക് മടങ്ങി ഉത്തരം പരിശോധിക്കാനോ തിരുത്തുവാനോ കഴിയില്ല. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.